ഇതിന് ചില നിയമങ്ങളൊക്കെ ഇല്ലേ? പുഴയോരത്ത് എന്റെ പേരിൽ 15 ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നോ? സാറേ, ഞാനൊരു പൊതുപ്രവർത്തകനാ. എന്നോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാനും എന്നെ തേജോവധം ചെയ്യാനും നിങ്ങൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ച ആരോപണം. പ്രസംഗമൊക്കെ പൊന്നാരിമംഗലത്തെ പാവപ്പെട്ട ജനങ്ങളോട് മതി. ഇത് പട്ടാള ക്യാമ്പാ, ഇവിടെ പ്രസംഗം വേണ്ട. പൊന്നാരിമംഗലം അംശം ദേശത്ത് പിലാക്കണ്ടിയിൽ അബ്ദുൾ റഹ്മാൻ മകൻ പിലാക്കണ്ടി മൊയ്തീൻ എന്ന മൊയ്തു താനല്ലേ? അതെ. എങ്കിൽ കഴിഞ്ഞ മാസം 12-ാം തീയതി പൊന്നാരിമംഗലം രജിസ്റ്റർ ഓഫീസിൽ 15 ഏക്കർ സ്ഥലം 24 ലക്ഷം രൂപ വെച്ച് തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബെന്നിയുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ യാദൃച്ഛികമായിട്ടാണെങ്കിലും ഞാൻ ആ ഡോക്യുമെന്റ് നേരിട്ട് കണ്ടതാണ്. ഈ കുഗ്രാമത്തിലെ പൊതുപ്രവർത്തനം കൊണ്ടും ലോക്കൽ നേതാക്കന്മാരുടെ ചംചാരി കൊണ്ടും നിനക്കത് വാങ്ങിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. മോനെ മൊയ്തീനെ പറയും, ആരാ തനിക്കത് വാങ്ങിച്ചു തന്നത്? പടച്ചോനാണ്. സത്യമായിട്ട് എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല സാർ. അപ്പൊ രാത്രി തന്നെ കാണാൻ ബോളോറോയിൽ വരുന്നത് ആരാ പിലാക്കണ്ടി? എന്റെ പൊന്ന് സാറുമാര് അവരങ്ങനെ സ്ഥിരമായിട്ടൊന്നും വരാറില്ല. ആദ്യമായിട്ടാണ് അന്ന് രാത്രി അവരെന്റെ വീട്ടിൽ വന്നത്. അവരാണോ നിനക്ക് ആ സ്ഥലം വാങ്ങി തന്നത്? എനിക്കറിയില്ല സാറേ, അവരെ പറ്റി കൂടുതലൊന്നും അറിയില്ല. അതിലൊരാളെ പാലക്കാട് ഗ്രൂപ്പ് മീറ്റിംഗിന് പോയപ്പോ കണ്ടുപരിച്ചിട്ടുണ്ട്. അവരെന്തിനാ തന്നെ കാണാൻ വന്നത്? ഇലക്ഷന് മുമ്പ് ഹൈക്കമാൻഡിന് രഹസ്യ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി താലൂക്ക് ഓഫീസിൽ നിന്ന് സെൻസസ് റിപ്പോർട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വാങ്ങിക്കൊടുത്തു. എനിക്ക് 1000 രൂപ തരുകയും ചെയ്തു. പിന്നെ പാർട്ടി യൂത്ത് വിങ്ങിന് വേണ്ടി നടത്തുന്ന വിദേശയാത്രയ്ക്ക് എന്നെ അയക്കാന്ന് പറഞ്ഞ് എന്റെ റേഷൻ കാർഡും പാസ്പോർട്ടും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവരെ കണ്ടാ താൻ തിരിച്ചറിയോ? അറിയാം സാർ. അതിലൊരുത്തൻ ഹിന്ദിക്കാരനാ. ചോദിച്ചപ്പോ ഹൈക്കമാൻഡിൽ നിന്നാണ് പറഞ്ഞേ. താൻ പറഞ്ഞത് മുഴുവൻ സത്യമാണെങ്കിൽ തന്റെ പേരിൽ പുഴയോർത്ത് സ്ഥലം വാങ്ങിയത് അവരായിരിക്കണം. അവർക്ക് പാർട്ടിയായിട്ട് ബന്ധമൊന്നും കാണില്ല. സെൻസസ് റിപ്പോർട്ട് കളക്ട് ചെയ്തതിന്റെ പിന്നിലും ബിനാമി പേരിൽ സ്ഥലം വാങ്ങിയതിലും മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. വളരെ അപകടകരമായ ഒരു ഉദ്ദേശം. അന്ന് പുഴയിൽ മീൻ ചത്ത് പൊങ്ങിയത് നഞ്ച് കലക്കിയത് കൊണ്ടല്ല. ടെസ്റ്റ് റിപ്പോർട്ടിൽ വെള്ളത്തിന്റെ സാമ്പിളും പായലിന്റെ സാമ്പിളിലും സയനൈഡിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. നാട്ടുകാരെ വെറുതെ പേടിപ്പിക്കേണ്ടെന്ന് കരുതിയ ഈ വിവരം പുറത്തു പറയായിരുന്നു. തന്നെയുമല്ല, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ, എന്തൊക്കെയാണ് അവരുടെ ഉദ്ദേശം, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. പടച്ചോനെ, നിങ്ങൾ എന്തായാലും ഇത് കണ്ടുപിടിക്കണം. എന്റെ ജീവൻ കളയേണ്ടി വന്നാലും എന്ത് സഹായത്തിന് ഞാൻ കൂടിയുണ്ടാവും. ഇത് വെക്കോളൂ. തലപ്പാറച്ചേരിയിലെ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ തന്നെ ആയിരിക്കണം ഇതിന്റെയും പിന്നിൽ. പക്ഷേ സാർ, ഫുള്ളി ആംഡ് ആയിട്ട് ഒരു ഫോഴ്സിന്റെ പ്രസൻസ് ഉള്ള ഈ സ്ഥലത്ത് അവരതിന് തയ്യാറാവോ? സായുധമായ ഒരു അറ്റാക്കല്ല, കൂടുതൽ ഗുരുതരമായ മറ്റെന്തോ. കണ്ട നന്നായി. കാണാതെ പോകേണ്ടി വരുന്ന വിചാരിച്ചേ. ഞാൻ നാട്ടിലേക്ക് പോവാ. എനിക്ക് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ അമ്മ ഉണ്ടാവും എൻ്റെ കൂടെ. അമ്മയ്ക്ക് വിമലയെ കാണുന്നുണ്ട്. വേഗം ആവട്ടെ. ആരെങ്കിലും കണ്ടാ എന്റെ കച്ചവടം അതോടെ തീരും. കണ്ടല്ലെങ്കിൽ ചെത്ത് കാറിൽ ഞാനും എന്റെ വിഷുവിനാണെന്ന് പറയണം. ഈ വിഷുവിൻ ആരാ കരുതി പോണോ? അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയേ? കൃഷ്ണപുരം ടെമ്പിൾ ടൗൺഷിപ്പിലേക്ക് ഇവിടുത്തെ വാട്ടർ ടാങ്കിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നത് ഒരു ദിവസത്തേക്കൊന്ന് മുടങ്ങി. ഞാൻ ഉറങ്ങിപ്പോയി. അന്ന് ഇതുപോലെ നല്ലതൊന്നും കിട്ടാതെ വന്നപ്പോ കൊട്ടൂടി വേരുവിന്റെ മൂല വെട്ടി വായിച്ചരച്ച് ബോധം വന്നപ്പോ കയ്യില് സസ്പെൻഷൻ ഓർഡർ. എന്റെ ജോലി ഒന്ന് തിരിച്ചു കിട്ടിക്കോട്ടെ. ഈ കുമാരൻ ഇവിടെ ഒരു മദ്യപ്പുഴ ഒഴുക്കും. ചേട്ട ഇതങ്ങോട്ട് വലിച്ചേ. ഇനി ചേട്ടൻ എന്തിനാ ജോലി? കിട്ടാൻ പോകുന്ന ലക്ഷങ്ങളല്ലേ. സാധനമുണ്ടോ? സാധനോ? എന്ത് സാധനം? ഞാൻ ആ പരിപാടിയൊക്കെ എന്നെ നിർത്തി സാറേ. പേടിക്കണ്ട, കുഴപ്പത്തിനല്ല. അത് ശരി, ഭാരതപ്പുഴയിലേക്ക് മണൽ നിറക്കുക. എന്താ? അല്ല, കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് അവസാനത്തെ കുപ്പിയും കാലിയായി സാറേ. मैं सच बोलता है, कल मैं दे दूंगा, जरूर दे दूंगा. ഹലോ, യെസ്. തന്നെയല്ല വിളിച്ചത്. ഞങ്ങളുടെ നാടിന്റെ വരുമോന്, പട്ടാള വരുമോൻ. വരുമോൻ സാറിന് കുടിക്കാൻ കിട്ടാതെ പൊന്നാരിമെങ്കിലും താരും കുടിക്കില്ല. ഈ ഞാൻ പോലും. സാർ ഇറങ്ങി വന്നാട്ടെ. വരണം സാർ. താഴോട്ടിറങ്ങിയാൽ പുഴക്കരയിൽ നല്ല കാറ്റുകൊണ്ടിരുന്ന് വീശാം. ഒരു സ്റ്റാർ ഹോട്ടലിൽ ഈ സോങ് കിട്ടുകയല്ല. വരണം, പെട്ടെന്ന് പോവാം. മുസാഫിർ ഹോ യാരോ.
नगर है ना ठिकाना ആ, मुझे സത്യം പറയാല്ലേ നിങ്ങൾ ഈ നാടിന് പറ്റിയ വരുവം തന്നെ ബെന്നി സാറേ. പക്ഷെ മറ്റവനുണ്ടല്ലോ അച്ചറ്റ പട്ടര്, അവൻ നാറിയ ചതിയനാ. താൻ എന്ത് വേണം പറഞ്ഞോ, പക്ഷെ പട്ടാഭി സാറിനെ തൊട്ടുള്ള കളി വേണ്ട. പിന്നല്ലാതെ ആ അവസരത്തിന് എന്റെ ഭാര്യയുടെ അനിയത്തിന്റെ പുറകെ നടക്കുന്നത് കെട്ടാനല്ലെന്ന് ഉറപ്പാ. ഇനി കെട്ടാനാണെങ്കിൽ തന്നെ കെട്ടിയും ചത്ത ഒരു ചെറിനെ വേണോ പറയൂ. അതൊന്നും അല്ല, അടുപ്പം കെട്ടാൻ തന്നെയാ, പക്ഷെ സ്നേഹം കൊണ്ടല്ലെന്ന് മാത്രം. കിട്ടിയാലും നഷ്ടപരിഹാര തുകയും കൂടെ അടിച്ചെടുക്കാമല്ലോ. ഒരു വെടിക്ക് കിളി പോലൊരു പെണ്ണും ഒപ്പം ലക്ഷക്കണക്കിന് രൂപയും. എന്ത് പട്ടാളത്തിൽ നിന്ന് കാശ് കിട്ടിയാ പുളിക്കുവോ? ആരും കൊതിച്ചു. അയാൾ പണത്തിന് വേണ്ടി ചതിക്കുന്നു. എന്റെ പട്ടാഭി സാർ പണം മൂഹിച്ചടക്കുന്നു. നിനക്കൊന്നും അറിയില്ല അയാളെ, ആർക്കും അറിയില്ല അയാളെ. കിട്ടുന്ന ശമ്പളം മുഴുവൻ അംഗവംഗം വന്ന പട്ടാളക്കാർക്കും മരിച്ചുപോയവരുടെ ഭാര്യമാർക്കും അയച്ചു കൊടുക്കാ പാവം. എന്നിട്ടും അയാൾ പറ്റിക്കാന്നല്ലേ? എടോ, വിമലയെ പട്ടാഭി സാർ തന്നെ കെട്ടും. തന്റെ ഭാര്യയുടെ അനിയത്തിയെ പട്ടാഭി സാർ തന്നെ കെട്ടണം. അയാളാ കെട്ടേണ്ടത്. ആ മനസ്സ് നീറുന്ന എനിക്കറിയാം. അങ്ങേരുടെ കൈ കൊണ്ടാ നന്ദു മരിച്ചത്. ആ കൈ കൊണ്ട് അവർക്ക് ജീവനെടുത്തത്. അങ്ങേര് തന്നെ അവൾക്കൊരു ജീവിതം കൊടുക്കണം. എന്താ പ്രശ്നം? സാർ, കേണലും മറ്റും ക്യാമ്പിലെത്തിയിട്ടുണ്ട്. സാർ പേലോടനെ കൊണ്ടുവരാൻ അയച്ചതാ. ബെന്നിയില്ല അവിടെ? ബെന്നി സാർ അപ്പച്ചന് സുഖമില്ലാന്ന് ടെലഗ്രാം വന്ന് പോയിരിക്കുക. മേജർ, നിങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കും നമ്മുടെ റെജിമെന്റിനും അറിയാം. പക്ഷെ ഹയർ ഫോർമേഷനും ജാക്ക് ബ്രാഞ്ചിനും അതറിയില്ല. നിങ്ങളുടെ ഈ സൈലൻസ് ക്യാപ്റ്റൻ നന്ദകുമാറിന്റെ സഹോദരൻ വിശ്വനാഥന്റെ കംപ്ലൈൻസിനെ സത്യമാക്കും. സോ യു ഹാവ് ടു സ്പീക്ക് നൗ. മേജർ, ഇപ്പൊ ഇവിടെയും നിങ്ങൾക്കെതിരെ പുതിയ കംപ്ലൈന്റ് ഉണ്ട്. ഒരു സിവിലിനെ കസ്റ്റഡിയിലെടുക്കുക, അതും യാതൊരു ലീഗൽ പ്രൊസീജിയേഴ്സും നോക്കാതെ. എന്നിട്ട് അയാൾ മിസ്സാവുക. കേട്ടില്ലേ പുറത്ത് ആളുകളുടെ ബഹളം? മേജർ, അന്നത്തെ എൻകൗണ്ടറിൽ വാട്ട് റിയലി ഹാപ്പൻ ബിറ്റ്വീൻ യു ആൻഡ് ക്യാപ്റ്റൻ നന്ദകുമാർ? ദാറ്റ് ഈസ് വാട്ട് ഐ റിയലി വാണ്ട് ടു നോ. വിൽ യു പ്ലീസ് എക്സ്പ്ലെയിൻ? I just don't have an explanation. I only killed Captain Nandakumar. ഈ കൈ കൊണ്ടാണ് കൊന്നത്. Is that enough for you? Now you can take action. That's all from my side. കൂൾ ഡൗൺ, ജസ്റ്റ് കൂൾ ഡൗൺ. ഞങ്ങൾ താങ്കളെ കുറ്റപ്പെടുത്താനോ ശിക്ഷിക്കാനോ വേണ്ടി വന്നതല്ല. ബട്ട് ഡു യു നോ ദ കോൺസിക്വൻസസ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് യു ഹാവ് മെയ്ഡ് ഇറ്റ് ടു മീ ജസ്റ്റ് നൗ? യു മേ ഈവൻ ഫേസ് എ കോർട്ട് മാർഷൽ. I know the consequences. But my statement stands still. Oh. If that is the case, get ready for a long journey. നാളെ നമ്മൾ ഇവിടെ വിടുകയാണ്. From now onwards, you are under close arrest.